ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യമ്മായി കൊണ്ടുവന്ന് തന്നതാട്ടോ. വാവ ചേച്ചി വന്നിട്ടുണ്ട്. അമ്മയുടെ മോളാണ് വാവ ചേച്ചി. ആദർശാണ് പേര് കേട്ടോ, ഞങ്ങൾ വാവേച്ചി എന്നാണ് വിളിക്കുക. അപ്പോൾ ആ വാവേച്ചി ബാംഗ്ലൂരാണ്. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. സർപ്രൈസായിട്ട് വന്നത്, അമ്മേനെയൊക്കെ സർപ്രൈസാക്കിയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഈ ലഡ്ഡുകൾ. എന്തൊക്കെയോ പേര് പറഞ്ഞു കേട്ടോ അമ്മായി. ഇത് ഇന്ന ലഡ്ഡു, അതാ ഈ എന്തൊക്കെയോ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. പിന്നെ മാങ്ങയും കൊണ്ടുവന്നു. ഇത് പ്രത്യേക തരം മാങ്ങയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് പഴുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതും കൂടി തന്നിട്ടുണ്ട്. അതിനി പഴുപ്പിക്കാൻ അരിയുടെ ചെപ്പിൽ വെച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇന്നലെ മാമൻ്റെ അവിടേക്ക് പോയപ്പോൾ കുറേ കൊത്തമ്പര തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കൊത്തമ്പര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീൻസിൻ്റെ ഒക്കെ വേറൊരു രൂപമാണ് കൊത്തമ്പര. അത് തന്നെയാവും എല്ലായിടത്തും പറയാം അല്ലേ. അപ്പം അത് ഞാൻ വിചാരിച്ചു കഴുകിയിട്ട് ഒന്നരിഞ്ഞ് ഉപ്പേരി വയ്ക്കാമെന്ന്. അമ്മ സാമ്പാർ മാത്രമേ വെച്ചിട്ടുള്ളൂ, ഇനിയിപ്പോൾ എന്തെങ്കിലും ഉപ്പേരി വയ്ക്കാമെന്നും കൂടെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി അരിയാണ്. ഞാനിങ്ങനെ കട്ടിങ് ബോർഡൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ നീരവും സഹായിക്കാൻ വരും കേട്ടോ. എൻ്റെ വീഡിയോ കണ്ടിട്ട് അതുകൊണ്ട് ഇങ്ങോട്ട് പോകുമ്പോഴിപ്പോൾ നീരവനോട് പറയും കേട്ടോ, അമ്മേനെ സഹായിക്കണ കുട്ടിയാലേ, അമ്മയ്ക്ക് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് കൊടുക്കണ കുട്ടിയാലേന്ന്. എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. കാര്യം ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു. അച്ഛനാണ് കൂടുതൽ കട്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ വന്നിരിക്കുക. അച്ഛൻ്റെ കൂടെ ഞാനിരിക്കും അങ്ങനെ. അപ്പോൾ ഇവൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വരിക കേട്ടോ. അതിന് രണ്ടാളും കൂടെ കൊത്തമരയൊക്കെ അരിഞ്ഞ് ഞാൻ വെറുതെ കടുക് പൊട്ടിച്ചിട്ട് ഒരു ഉപ്പേരി വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ അച്ചാച്ചനും മോനും കൂടി അവിടെ നിന്ന് പൂക്കൾ വരച്ചിട്ട് ഇതിൽ ഏത് പൂവാ ഭംഗി എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇന്ന പൂ, എല്ലാ പൂവും ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞു. കുട്ടിക്കൊരു സന്തോഷമല്ലേ. ചേട്ടൻ്റെ പിറന്നാളിൻ്റെ പായസം ഉണ്ടായിരുന്നു, പാലട പായസം. അതുകൊണ്ട് കൊടുത്തു. പിന്നെ ഞാനും കുടിച്ചതൊന്നും വീഡിയോ എടുക്കാൻ മറന്നുപോയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ ഫ്രിഡ്ജിലേ വെച്ചിട്ടുണ്ടായിരുന്നതേ. തണുപ്പോടെ കുടിക്കില്ല കേട്ടോ ഞാൻ, തണുപ്പൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ടാണ് കുടിക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഓംപ്ലേറ്റും കൂടി ഉണ്ടാക്കാം. കൊത്തമരിയും ഉപ്പേരിയും പിന്നെ സാമ്പാറും മാത്രമായ പോരല്ല, ഒരു ഓംപ്ലേറ്റും കൂടി ഇരിക്കട്ടെ എന്ന് അങ്ങോട്ട് വിചാരിച്ചു. അച്ഛൻ ഇന്ന് അമ്മേനെ കൊണ്ടാക്കി വരുമ്പോൾ മുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് മുട്ട എടുത്തിട്ട് ഓംപ്ലേറ്റ് കൂടി ഉണ്ടാക്കി കേട്ടോ. മുട്ട കഴിച്ചാണ്ടല്ലോ ഭയങ്കര കുത്തിയിട്ടുള്ള ചുമയാണ് കേട്ടോ. അലർജി ഉണ്ടാവണം അറിയില്ല. പാല് കുടിക്കുമ്പോൾ എനിക്കിങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ പാല് കുറച്ച് കാലത്തേക്ക് നിർത്തി. ഇപ്പോൾ എങ്ങാനൊരു പൂതി തോന്നിക്കഴിഞ്ഞാൽ മിൽമയുടെ പാല് മേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചായ വയ്ക്കാറ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം മുട്ട കഴിക്കുമ്പോഴങ്ങനെ തോന്നുന്നുണ്ട്. എന്താ പ്രശ്നം എന്ന് അറിയില്ല കേട്ടോ. അച്ഛൻ കുറേ മാങ്ങ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കോളേജിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട്. പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീരവനാണെങ്കിൽ അത് മുറിച്ച് തരുമോ ചോദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അവന് ആ പഴുപ്പില്ലേ, റൗണ്ടിൽ നമ്മൾ മാങ്ങ ചെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഇങ്ങനെ ലൈനുകൾ വരച്ച് ക്രോസ് ആയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ വരച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മാംഗോ ജ്യൂസിൻ്റെ ഒക്കെ പരസ്യത്തിലൊക്കെ കാണാം അങ്ങനെ എവിടെയൊക്കെ ലൈനൊക്കെ ഇട്ടിട്ട്. അവ അതേപോലെ കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് ഇതായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോറിനാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പോൾ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി ഇത്തിരി സമയം കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് വെല്ലീശൻ ടൈല് മേടിക്കാൻ പോകുന്നുണ്ട്. ഞാൻ വന്ന ദിവസം, കോളേജിലേക്ക് വന്ന ദിവസം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, വെല്ലീശൻ്റെ വീട്ടിൽ പണി നടക്കുന്നുണ്ട്, ഓട് മെയ്യുണ്ട് എന്നൊക്കെ. ആ പണി ഒരുവിധം തീരാറായിട്ടുണ്ട്. അപ്പോൾ വെല്ലീശൻ പറഞ്ഞു എന്നാൽ പിന്നെ ടൈലും കൂടി ഇടാന്ന്. അപ്പോൾ ടൈൽ ഒട്ടിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. കോലരിക്കുള്ള ചെറുതുരുത്തിക്ക് പോവാണ് കേട്ടോ. ചിലപ്പം വെല്ലീശൻ ടൈല് നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ വെല്ലീശൻ്റെ കൂടെ ടൈലൊക്കെ നോക്കിയിട്ട് മെല്ലിയാ ഉണ്ടാവുള്ളൂ കേട്ടോ ചെറുതുരുത്തിക്ക്. നീരവന് അവൻ്റെ സൈക്കിൾ വിട്ട് വരാൻ താല്പര്യമില്ല. എൻ്റെ കണ്ണ് കണ്ടോ, എൻ്റെ കണ്ണിന് ഭയങ്കര പ്രശ്നമുണ്ട് കേട്ടോ. അയ്യോ അതവിടെ വയ്ക്കുക, അത് കമ്പിയാ. 2-3 ദിവസമായിട്ടേ തല കുളിക്കാനൊക്കെ ആയിട്ട് ചൂടിൻ്റെ, അതുകൊണ്ട് കണ്ണ് പീളൊക്കെ ഇട്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിനെ പോവാ. അങ്ങനെ ഞാൻ എന്താ ഡോറൊക്കെ ലോക്ക് ചെയ്യാണ് കേട്ടോ. അച്ഛൻ അടയ്ക്കാന്നാ പറഞ്ഞത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നും കൂടിയല്ലേ അടയ്ക്കണുള്ളൂ, ഇനി ചെറുത്തുരുത്തിക്കല്ലേ പോണ്. അപ്പോൾ ഇന്നും കൂടി ഞാൻ അടച്ചു കേട്ടോ. നീരവനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഞങ്ങൾ ഉച്ചയ്ക്ക് നല്ലോണം ഉറങ്ങാൻ കിടക്കണ സമയമാണ്. ആ സമയത്താണ് പിന്നെ ഞാൻ തെണ്ടിയിട്ട് നടക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ഞാനങ്ങനെ പോയത് കേട്ടോ. അപ്പോൾ വെല്ലീശ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ വെല്ലീശനെയും കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ തൃശ്ശൂർക്കാണ് കേട്ടോ വിട്ടത്. ചെറൂര് വഴിയാണ് വിട്ടത്. അങ്ങനെ രാഹുൽ ടൈൽസ്, നമ്മുടെ അശ്വനി ജംഗ്ഷനില്ലേ, അത് എത്രയിന് തൊട്ട് മുന്നേ ഇതാണ് കോവിലകം. അച്ഛൻ എവിടെയോ കോവിലകം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ഇവിടെയാണോ എനിക്കറിയില്ല. എന്തായാലും അശ്വനി ജംഗ്ഷൻ എത്രയിന് തൊട്ട് മുന്നുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ ഹോൾസെയിൽ കടയാണെന്നാണ് പറഞ്ഞത്. അവിടെ പോയിട്ട് ഇതാ അടിപൊളി ടൈലുകൾ. എൻ്റെ പൊന്നേ എന്ത് രസമാണ്. അച്ഛനാണെങ്കിൽ ഉള്ള ടൈല് പൊളിച്ച് കളഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വേറെ മേടിച്ചിട്ടിട്ടാലോ എന്നൊക്കെ തോന്നാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
വലിയച്ഛനാണെങ്കിൽ അടിപൊളി സെലക്ഷനാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് എടുക്കുക വലിയച്ഛൻ. എൻ്റെ അച്ഛനും അങ്ങനെ തന്നെയാണ്. അച്ഛൻ്റെ സെലക്ഷൻ അടിപൊളി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അന്നത്തേക്കാളും കുറച്ചും കൂടെ നല്ല മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എനിക്കിതാട്ടോ ഇഷ്ടമായത്. ഏത് മനസ്സിലായോ? ഇനിയിപ്പോൾ കാണിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ലൈറ്റ് കളർ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡാർക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. 55 രൂപ വരുന്നുണ്ട് സ്ക്വയർ ഫീറ്റ്. ഈ ഗ്രിപ്പുള്ള ടൈപ്പോ? ഇതൊക്കെ 55ൻ്റെ ഗ്രിപ്പുള്ള ടൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പക്ഷെ അത് ഉരച്ച് കഴുകാൻ കുറച്ച് മെനക്കെട്ട പണിയാത്ര. പിന്നെ ഞങ്ങൾ മാറ്റിലേക്ക് വന്നു. മാറ്റ് മേടിക്കാമെന്നുള്ള ഉദ്ദേശത്തേക്ക് എത്തിയിട്ടോ. അപ്പോൾ അതാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കണത്. അധികം വെള്ളയാവരുത്. ഇപ്പം കാണിച്ചില്ലേ, അതാണ് വലിയച്ഛന് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അധികം വെള്ളയാവരുത്, എന്നാൽ കുറച്ച് സിമ്പിളായിട്ട് വേണം താനും. അങ്ങനെ ഒരുവിധം നോക്കി ഒരെണ്ണം കണ്ടുപിടിച്ച് സ്വാധീച്ചിനൊക്കെ ഇങ്ങനെ മാറി വിളിക്കാറുണ്ട്. ഈ ഒരു സംഭവമാണ് തോന്നുന്നു കേട്ടോ വലിയച്ഛ ഇപ്പോൾ മേടിക്കാന്നുള്ള ഉറപ്പിലെത്തിയേക്കണത്. അങ്ങനെ ഞങ്ങൾക്ക് നടന്ന് വയ്യാണ്ടായിട്ടോ. ഞാനും നീരവും കൂടെ ഒരു സൈഡിലിരുന്നു. അവിടെ സോഫയുണ്ടല്ലോ, അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കല്യാൺ സാരീസിലേക്ക് ഒന്ന് കയറി. അവിടെ നല്ല റേറ്റ് കിട്ടുക തുണികൾക്ക്. എനിക്ക് പറ്റിയതില്ല. അപ്പം ഞാൻ പിന്നെ സ്റ്റുഡിയോയിൽ കയറി. ഇവിടെ ആകുമ്പോൾ എനിക്ക് പറ്റിയ തരം തുണികളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ആദ്യം ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനിലേക്കൊക്കെ പോയിട്ടോ. നല്ല രസമുണ്ട് ഷെയ്ഡുകൾ കാണാൻ. ലാസ്റ്റ് മേടിക്കാതെ വെച്ചിട്ട് അങ്ങനെ പോയതാണ്. ലാസ്റ്റ് ഞാൻ പെട്ടെങ്കിൽ മേടിക്കാനൊന്നും പറ്റിയില്ല. ഇവിടെ ഡ്രസ്സ് ഇടലും നോക്കലൊക്കെ കാരണേ കുറേ സമയം അങ്ങനെ പോയി. എനിക്കിങ്ങനെ മടക്കി വെച്ച പീസ് ഒളിന്ന് എടുക്കാനായിട്ട് ഇഷ്ടം. പക്ഷെ പാർട്ടി വെയർ എന്നുള്ള രീതിക്ക് ഇത് നിർത്തില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തുണിയൊക്കെ മേടിച്ച് വരുമ്പോഴത്തേക്കും ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കാർന്നു ബസ്സിൽ. അങ്ങനെ ഒരു 7 മണിയായപ്പോൾ ഇന്ന് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.